Hello guys, welcome to family. താടിയും പൊട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്തായാലും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ. അപ്പൊ നിങ്ങള് എന്തായാലും വീഡിയോസ് കാണുമ്പോ സ്റ്റാർട്ടിങ് തന്നെ ലൈക്ക് ചെയ്തിരുന്ന് കാണുക. പിന്നെ നമ്മളുടെ ഇന്നത്തെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരുപാട് പേര് കാത്തിരുന്ന വീഡിയോ, ഒരുപാട് പേര് ചോദിച്ച വീഡിയോ, ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത വീഡിയോ, പേഴ്സണലി അല്ലാതെയൊക്കെ കമന്റും മെസ്സേജും ഒക്കെ വന്ന് ചോദിച്ചതാണ്. യെസ്, നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ്? പുതിയ വീടിന്റെ മുമ്പിലാണ് ഗായ്സ്. ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? എല്ലാവരും മീറ്റിംഗ് ആന്ന് പറഞ്ഞപ്പോ തൊട്ടേ പറയാൻ തുടങ്ങി, ഇതാ ഹോം ടൂർ പുതിയ വീടിന്റെ കാണിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്താണ്? ഹോം ടൂർ. അപ്പൊ ഞങ്ങളുടെ ന്യൂ ഹോം ടൂർ. വെൽക്കം. അടിക്കാം. അപ്പൊ ഗൈസ് വെൽക്കം, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇവിടെ തുടങ്ങണം, ഇവിടെ തന്നെ തുടങ്ങി പോവാല്ലേ? അപ്പൊ നമ്മളെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു കാർ പോർച്ച് ഉണ്ട്. കാർ ഇട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡില് നമ്മളുടെ ഷൂഡൻകാര് നമുക്ക് തന്ന നമുക്ക് ഗിഫ്റ്റ് തന്ന ഷൂ റാക്ക് ഉണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പൊ കറക്റ്റായി ഒരുപാട് നമ്മുടെ ഷൂസ്, ചെരുപ്പുകൾ, സംഭവങ്ങളൊക്കെ ഇതിൽ തന്നെയാണ്. അപ്പൊ എല്ലാ ഷൂസും സാധനങ്ങളെല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി എപ്പോഴും യൂസ് ചെയ്യുന്ന ഷൂസും സാധനങ്ങളൊക്കെ നമ്മുടെ പഴയ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തായാലും വന്ന സ്ഥിതിക്കൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ അത്ര ചാടുള്ളതൊന്നല്ലോ. നമ്മുടെ ചൂട് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഡെയിലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രണ്ടിലത്തെ ക്ലീനിങ്ങിന് സാധനങ്ങൾ, പഴയ മോപ്പ് കാര്യങ്ങളൊക്കെ. പിന്നെ പിന്നെ നമ്മളുടെ വെള്ളം അടിക്കാനുള്ള പൈപ്പും കാര്യങ്ങള്. ഇവിടെ ഒരു പൈപ്പ് വരുന്നുണ്ട്. ഇനി പിന്നെ അകത്ത് പോയിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് പിന്നെ ചുറ്റും കാണിക്കാം കേട്ടോ ഗായ്സ്. അപ്പൊ ഫ്രണ്ടില് നല്ല അടിപൊളിയായിട്ട് മരത്തിൽ തീർത്ത ചാരിപ്പട്ടി ഗായ്സ്. പരിഭവം എന്നൊക്കെ പറഞ്ഞ് കേരള സ്റ്റൈലിൽ എനിക്ക് ഇനി പാട്ടെടുക്കാനും ഫോട്ടോഷൂട്ട് എടുക്കാനും എവിടെയും പോണ്ട. ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഞാൻ എന്റെ സുന്ദരി മണികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്റെ പഞ്ചവർണ്ണ കിളി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ 2 ഗേറ്റ് ആണ് കേട്ടോ. ഇതൊരു വലിയ ഗേറ്റ് ആണ്. നമ്മളെ പണ്ട് നേരത്തെ നമ്മുടെ സ്ലൈഡിങ് ആയിരുന്നു. ഇത് സ്ലൈഡിങ് അല്ല. 2 ഗേറ്റ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലൊക്കെ ആവശ്യമുള്ള 2 ഗേറ്റ് അല്ലത്. 1 2 3 4 5 ഗേറ്റ് അതടക്കം. 5 ഗേറ്റ് ഉണ്ട്. അപ്പൊ കാർ എടുക്കണമെങ്കിൽ മാത്രം മൊത്തം എടുക്കുക, അല്ലെങ്കിൽ ഒരൊറ്റെണ്ണം തുറന്നാൽ മതി. നമ്മളിവിടെ ചിമ്പും ചാർലികളുകൊണ്ട് ലോക്ക് ചെയ്തിട്ടാണ് എപ്പോഴും. അതെ, പുറത്തുനിന്ന് ആരും പെട്ടെന്ന് വന്ന് തുറക്കരുത് വിചാരിച്ചിട്ട്. അപ്പൊ പിന്നെ ഞാന് ഇവിടെ കോളിംഗ് ബെല്ലുണ്ട് കേട്ടോ, അത് കാണിക്കാൻ മറന്നു. പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറി കോളിംഗ് ബെൽ അടിക്കുന്ന പോലെ അല്ലല്ലോ, പുറത്തുനിന്ന് തന്നെ അടിച്ചാൽ നമ്മൾ അറിയുള്ളൂ. അപ്പൊ അത് അവിടെ ഉണ്ട്. പിന്നെ എന്റെ ചെടികളെല്ലാം ആവശ്യത്തിനുള്ള വെയിലും ആവശ്യത്തിനുള്ള വെളിച്ചമൊക്കെ കിട്ടി ഇവിടെ സൂപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ഒക്കെ വാടിപ്പോയായിരുന്നു. നമ്മളെ ചെടികൾ, കുറച്ച് ചെടികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ്, നമ്മളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. ഇവിടെ അധികം തണലായതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ ഇവന്മാർക്ക് നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവിടെയും ബാക്കിലേക്കും. പിന്നെ ഇവിടെ റിങ് ഉണ്ട്, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇടാനുള്ള റിങ്. ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൂസിന്റെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ, പിന്നെ നമുക്കൊരു കിണറുണ്ട്. കിണറുണ്ട്. അപ്പൊ നല്ല ശുദ്ധമായ ജലമാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ കണ്ടില്ലേ നിങ്ങൾക്ക് ചുറ്റുമുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ആദീസിന് ഓടി കളിക്കാനും, ചിമ്മുന് ചാനലിലേക്ക് ഓടി കളിക്കാനും, അപ്പൂസിന് ഓടി കളിക്കാനും എല്ലാവർക്കും സ്ഥലമുണ്ട്.
പിന്നെന്താ ഫ്രണ്ടില് മനോഹരമായ പറമ്പ്, തണുപ്പ്, വാഴ, തെങ്ങ്, റബ്ബർ, പ്ലാവ്, എന്ത് വേണം. ഇത് മൊത്തം റബ്ബറൊക്കെയാണ് ഗൈസ് ഇവിടെ മൊത്തം ഫ്രണ്ടില്. നല്ല വെയിലും ചൂടൊക്കെ കുറവാണ്. അതെ, ആ മറ്റേ അവിടുത്തെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ്. അപ്പൊ വെൽക്കം ഹോം അല്ല. അപ്പൊ ഇവിടെ ഒരു കോളിപ്പല്ല്, ഇവിടെ ലൈറ്റ്. കോളിമലിന്റെ ആള് വന്നു. അപ്പൊ നമ്മള് എന്നും ഇത് കാലങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ളതാണ് അപ്പൂസ്, പിന്നെ നമ്മളുടെ ഡ്രീം ക്യാച്ചർ. അയ്യോ, പിന്നെ കാർഡ്ബോർഡ്സില് എന്റെ കമ്പ്രാന്തില് തൂക്കിയിട്ടുണ്ട് ഗൈസ്, കാണിക്കാൻ പറഞ്ഞു. എനിക്ക് പപ്പ അവിടെ നിന്ന് ഈ കൊണ്ടുപോയി ഇട് എന്ന് പറഞ്ഞ് തന്നയച്ചത്. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ സപ്തസ്വരങ്ങൾ. പിന്നെ ഇവിടെ ആഘോഷിച്ചിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് കറക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു കറക്റ്റ് വീടായിരുന്നു. പിന്നെ സ്നേക് പ്ലാന്റ് ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ വൈറ്റ് ചട്ടിയിലാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കുന്ന ഒരാള് ഞങ്ങളിതാ ഇനി ഇവിടെ ഇരുന്നിട്ടൊക്കെ ആയിരിക്കും. ഞങ്ങളുടെ ലൈവ് ആദ്യത്തെ ഇവിടെ ഇരുന്നായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഞാനൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. ഞങ്ങൾ രാവിലെ ചായ കുടിക്കുന്നത് ഇവിടെ ഇരുന്നാണ്. ഭയങ്കര പോസിറ്റീവ്. ചിമ്പു ചാർലി ഇതാ ഇവിടെ എണീച്ച ഫുൾ ടൈം കുറ്റുപോയായിട്ട് ചിമ്പു ചാർലി. പിന്നെ അപ്പൊ മഞ്ഞിട്ട് ഹായ് മഞ്ഞ് ചിമ്പു. ഹായ് ചിമ്പു. ഹായ് കൊടുക്ക് ബുബു ചാർലി ബാർക്ക് ബുബു. പിന്നെ എന്താ പറയാ, അതേപോലെ ചുറ്റും ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വീടുകളുള്ള കേട്ടോ. നമ്മുടെ മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡിങ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. ചിഞ്ചു മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെയും വീടുകളുണ്ട്, ഇവിടെയുണ്ട് വീടുകള് എല്ലാം ഉണ്ട്. അപ്പൊ അത് നോക്കാം. അപ്പൊ ഇനി നമുക്ക് നേരെ അകത്തേക്ക് പോകാം. കേറി വരുമ്പോ തന്നെ നല്ലൊരു ലിവിങ് സ്പേസ് ആണ്. പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്ത് മുകളിലത്തെ ഇവിടേക്കുള്ള അപ്സ്റ്റെയറിലേക്കുള്ളത്. ഇവിടെയാണ് നമ്മുടെ ടി.വി. പോർഷൻ, മ്യൂസിക് യൂണിറ്റ് പ്ലേസ് ചെയ്തിരുന്നത്. അപ്പൊ നമ്മളുടെ ടി.വി. യൂണിറ്റ്, മ്യൂസിക് സിസ്റ്റം ഒക്കെ ഇവിടെയാണ്. നമ്മളുടെ നമ്മളെ ഇവിടെ കിടിലൻ അവിടെ ഹാങ് ചെയ്തിരുന്ന മണി പ്ലാന്റ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഹാങ് ചെയ്യാനുള്ള ഒരു ഹാങ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇവിടെ കുറവാ. അപ്പൊ നമ്മുടെ ക്രിസ്തുമസിന് ഇപ്പൊ മാലബൾബ് ഇടാനുള്ള അങ്ങനെ സാധനങ്ങളൊന്നും. അതെ, നമ്മളുടെ ഫോട്ടോസ് ആണ്. മെമ്മറബിൾ ഫോട്ടോസ്. ഇവിടുന്ന് ഇവിടെ ബെഡ്റൂം വരുന്നുണ്ട്. അതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സാധനമാണ്, എന്തിനാണ് ഇവിടെ വാഷ് ബേസിൻ കൗണ്ടർ വെച്ചെന്നുള്ളത്. വാഷ് ബേസിൻ ഇവിടെ വെച്ച് നമ്മുടെ ഡൈനിങ് ടേബിൾ ആ ഏരിയയില് ഡൈനിങ് ടേബിൾ അവിടെയാണ് കൗണ്ടർ വരുന്നതായിരുന്നത്. പക്ഷെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ സ്ഥാനത്തായിരിക്കും. പിന്നെ ഇവിടെ മിറർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഫസ്റ്റ് ബെഡ്റൂമാണത്. താഴത്തെ സ്വിച്ച് ഒക്കെ പരിചയമായി വരുന്നുള്ളൂ ഗൈസ്. അപ്പൊ ഇവിടെ നമ്മളുടെ ട്രൈപോഡും പിന്നെ വിച്ചുന്റെ ആദ്യം ബാഗുകളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്ത് രാവിലെ അവർക്ക് ബാഗിൽ ലഞ്ചൊക്കെ ആക്കാൻ എളുപ്പത്തിന്. പിന്നെ നമ്മളുടെ ഇവിടെ ഒരു വാക്കിംഗ് ക്ലീനർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റാൻഡും സംഭവങ്ങളും ആദ്യത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണ്. നമ്മൾ പുതിയതായിട്ടൊന്നും വെച്ചിട്ടുണ്ട്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കോമൺ ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂം ആണിത്. ഇതില് നമ്മുടെ അലമാര, നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ റൂമിലുണ്ടായിരുന്ന അപ്പൂന്റെ റൂമിലുണ്ടായിരുന്ന അപ്പൂന്റെ അലമാരയാണിത്. ഇത് ഏറ്റവും വെയിറ്റ് ഉള്ള അലമാരയാണോ ഞങ്ങളുടെ. അത് പിടിക്കാൻ തന്നെ ഞാൻ അപ്പൊക്കെ ബുദ്ധിമുട്ടി പ്രാന്തായുള്ള അലമാര ഇത്. അപ്പൊ അത് കാരണം മോളി ചോന്ന് കൊണ്ടുപോയില്ല, അപ്പൂന്റെ റൂമിൽ ഇട്ടില്ല, ഞങ്ങൾ അടിയിൽ തന്നെ ഇട്ടു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടാകുന്ന കട്ടില്, ഈ സാധനം നമ്മള് ബെഡും എല്ലാതും ഇവിടെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കബോർഡുകൾ ഇവിടെ ഉണ്ടാവുന്ന തന്നെയാണ്. ഈ റൂമിലൊക്കെ കബോർഡ് ഉണ്ട്, എല്ലാ റൂമിലും കബോർഡ് ഉണ്ട്. ബാത്റൂം, അതുപോലെ ബാത്റൂമൊക്കെ വലിയ ബാത്റൂമാട്ടോ. ഇവിടെ ഉള്ള ബാത്റൂമുകളൊക്കെ വലുതാ, വണ്ടം ബാത്റൂമാ, ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാതും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ റൂമിലും
അതേപോലെ ഷെൽഫും കാര്യങ്ങളൊക്കെ മുകളിൽ നമുക്ക് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റാക്കുകളുണ്ട്, അതൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ പരമാവധി ഞങ്ങൾ എല്ലാ പെട്ടികളും സാധനങ്ങളൊക്കെ അതിനുള്ളിൽ കുത്തി കയറ്റിയിട്ടുണ്ട്. ഇത് പിന്നെ കയറ്റാൻ പറ്റുന്നില്ല, കാരണം സ്ഥലം കഴിഞ്ഞു. ബാക്കി നാളെ പെട്ടികളാണ് ഇത് രണ്ടും. അപ്പോൾ അവിടെ വെച്ചു. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ നമ്മുടെ മൂലയിൽ നമ്മുടെ മറ്റേ എന്താ പറയുക സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വാക്വം ക്ലീനർ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പിന്നെ വേറെ ഒന്നുമില്ല. ആദിയുടെ അതെ ലോണ്ടറി ബക്കറ്റ് മൂലയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആദിയുടെ ഐറ്റംസുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഇവിടെ വെച്ചു. പിന്നെന്താ, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ആദിയുടെ ബാഗ് കാര്യങ്ങള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതെ, അതൊക്കെ നമ്മളെപ്പോഴും അടിയിൽ വരുന്നതാണ്. കിച്ചണിലല്ലേ അപ്പൊ ലഞ്ച് ബോക്സും സാധനങ്ങളൊക്കെ എനിക്ക് മേലെ കയറി കൊണ്ടുവയ്ക്കണതിന് പകരം ഇവിടെ നല്ല ഒരു പോവാ. ഞാൻ അതിവിടെ ഞാൻ മൂന്നാല് പെട്ടി വെച്ചിട്ട് അതൊരു സീറ്റിംഗ് പോലെ ആക്കിട്ട് വെച്ചതാണ്. നമ്മുടെ ട്രൈപോഡ് ഇവിടെ ഉണ്ട്. എല്ലാ റൂമുകളും സ്പേസ് ഭയങ്കര സ്പേഷ്യസ് ആണ് ഉണ്ടാവുക. ബാത്റൂം ആണെങ്കിലും എല്ലാതും. അതുപോലെ നല്ല സ്റ്റോറേജ് പ്ലേസും കാര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല നല്ല സൺലൈറ്റും ഫ്രണ്ടിൽ നിന്ന് നല്ല തണുപ്പ്. ഇവിടെ നല്ല അടിയിലത്തെ ഫ്ലോർ കിട്ടില്ല തണുപ്പാണ് കേട്ടോ. ഫുൾ ടൈം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ നമ്മുടെ ആദിസിന്റെ സാധനങ്ങളും കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒതുക്കി പറക്കൊക്കെ വരണുള്ളൂ. അതെ, എല്ലാം ഒതുക്കി സെറ്റാക്കി വരണല്ലോ. ഇവിടെ നമ്മള് ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് സ്വിച്ച് ബോർഡിന് എണ്ണം കുറവാണ്. സ്വിച്ച് ബോർഡുകളുടെ അല്ല ഇത് എന്താ ഇതിനെ പറയാ സ്വിച്ച് പ്ലഗ് പോയിന്റ് സ്വിച്ചുകൾ അവിടെ ഇവിടെ ഒരുപാടുണ്ട്. പക്ഷെ പ്ലഗ് പോയിന്റുകൾ അതാ പറഞ്ഞ പ്ലഗ് പോയിന്റുകള് ഹോളില് ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അവിടെ അങ്ങനെയൊക്കെ രണ്ടെണ്ണൊക്കെ ഉള്ളൂ. അപ്പൊ അത് കാരണം പ്ലഗ് പോയിന്റ് ഇല്ല. ഇവിടെ ഒരു പ്ലഗ് പോയിന്റും അതെ അവിടെ ഇല്ല. അപ്പൊ അറ്റത്താണ് ഹോൾഡറുകളൊക്കെ ഞങ്ങൾ തന്നെ ഈ ഫോൺ ഹോൾഡറൊക്കെ ഞങ്ങൾ തന്നെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ നിങ്ങള്, ഇത് നമ്മളെ അവിടുന്ന് ഫാക്ടറിയിലേക്ക് തന്നിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്ത സംഭവങ്ങളൊക്കെ. അപ്പൊ അതിപ്പോഴും നമ്മൾ കൊണ്ടുവെക്കണം. എന്റെ അവിടെ ഹാങ് ചെയ്തിരുന്ന ചെടിയാണ് ഇതൊക്കെ. ഇതൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും കാണണ്ട. ഒന്നും നമ്മൾ പുതിയത് അങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ല. സമൃദ്ധമാണ്. നമ്മള് ഇവിടെ നമ്മുടെ ഡിമോസുകാര് ഗിഫ്റ്റ് തന്ന എന്താ പറയാ ഇതിനെ സ്റ്റാൻഡാണ്. സീ പ്ലാന്റും പിന്നെ എല്ലാതും ഇതും അവര് ഗിഫ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മളിവിടെ പിന്നെ നമ്മളിവിടെ മൊബൈൽ ഹോൾഡേഴ്സ് രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ റിമോട്ട് വയ്ക്കാനും ഒരെണ്ണം മൊബൈൽ വയ്ക്കാനും. എമർജൻസി ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മള് 2 ഫാമിലി പിക്കും പിന്നെ ഒരു കപ്പിൾ പിക്കും വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും നമ്മളത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ എല്ലായിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എവിടെ എല്ലായിടത്തും പോകുമ്പോഴും നമ്മളത് തന്നെ കൊണ്ടുപോയി. ഇവിടെ ഇങ്ങനെ ഡിം ലൈറ്റ് വേറെ ഉണ്ട് കേട്ടോ. എക്സ്ട്രാ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ എന്താ ഇവിടെ നമ്മളെ കീ ഹൗസ് ഇവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആദ്യം കളിക്കാനുള്ള ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറ്റോടെ അല്ലാതെ തന്നെ അവനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ ഫിറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇത് കോമൺ ബാത്റൂം. ആദ്യം എപ്പോഴും ഇതാണ് അധികം യൂസ് ചെയ്യുക. അതെ, അപ്പൊ എല്ലാം വലിപ്പമുള്ള പാത്രം തന്നെയാ. ഇവിടെയും എല്ലാതും ഉണ്ട്. ഷവറും അതുപോലെ മിററും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ ബാത്റൂമിലും ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ 4 ബാത്റൂം ഉണ്ട്. ഇപ്പൊ നിങ്ങള് അറ്റാച്ച്ഡ് ബാത്റൂമും കോമൺ ബാത്റൂമും ഇപ്പൊ താഴത്തെ കണ്ടു. ചിമ്പൂസേ പിന്നെ കേസിലൊക്കെ ഇട്ടുണ്ട്. പിന്നെ ആദ്യത്തെ സീറ്റ് ഇവിടെ. പിന്നെ ഇത് നമ്മളെ ഒരു ലിവിംഗ് പോർഷൻ നമ്മളിവിടെ കൂടുതൽ ഇരിക്കുന്നത്. ഇവിടെയും ഫാനുണ്ട്. ഹാളിൽ 3 ഫാനാണ് വരുന്നത് കേട്ടോ. പിന്നെ ആദ്യം കളിക്കാനുള്ളത് കളിക്കാനുള്ള ടെന്റ് ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അവൻ ഇവിടെ ഇത് കളിച്ച് TV കാണണമെങ്കിൽ കാണാം. സാധനങ്ങൾ എടുക്കാനും കളിക്കാനും പിടിക്കാനൊക്കെ എളുപ്പമാണ്. ഇവിടെ 2 പെഡൽ സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ട, ഇത് ഇവിടെ നമ്മൾ ഇങ്ങനെ കൊളുത്തിട്ടിട്ടാണ്. കാരണം ഇവിടെ വെക്കാനായിട്ട് പ്ലഗ് പോയിന്റ് ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് ഇതിന് കണക്ഷൻ കൊടുത്തിട്ടാണ് അവിടെ വെച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാനിന്റെ റെഗുലേറ്റർ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അത് കാരണം അതിന് സ്പീഡ് കുറവാണ്. അപ്പൊ ഭയങ്കര പിന്നെ നമ്മുടെ ഷീനേച്ചി ഗിഫ്റ്റ് തന്ന CC പ്ലാന്റിന് നമ്മൾ ഇവിടെ കോർണറിൽ വെച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലിവിംഗ് പ്ലേസിന് വളരെ ഭംഗി കൂട്ടുന്ന ഒന്നാണ്. പിന്നെ നമ്മളുടെ ഞാൻ എല്ലായിടത്തും ഹാങ് ചെയ്തിരുന്നാണ്. നിങ്ങൾക്ക് അറിയാം, എല്ലാ റൂമുകളിലും ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വിൻഡോയിൽ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മളെ ഡൈനിങ് സ്പേസ് ആണ് ഇത്.
ഇവിടെയും നമ്മള് കുറച്ച് ഫോട്ടോസുകൾ വെച്ചിട്ടുണ്ട്. ഇരിക്കുന്നതായതുകൊണ്ട് തന്നെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേട്ടനെ അവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ വെൽക്കം വെച്ചിട്ടുണ്ട്, നമ്മുടെ 2 മണി പ്ലാന്റുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്, കുബാരം വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെയും ഉണ്ട്. ഇവിടെ നമ്മളെ ഹാങ്ങിങ് കുറച്ച് വീണ്ടും വിന്റർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ക്ലോക്കറി ഷെൽഫൊക്കെ. ഇത് കണ്ടോ, ഇവിടെയും നമ്മുടെ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫാമിലി ഫോട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ക്രോക്കറി ഷെൽഫ്. അപ്പൊ ഇവിടെ കാണുന്നവർക്കൊക്കെ നമ്മള് പിള്ളേരുടെ ഫോട്ടോസ്. ഇത് ആദിസാണ് കേട്ടോ, പുതിയ ആളുകൾക്ക് വേണ്ടിയാണ്. ഇത് അപ്പൂസാണ്, 2 ആളും ഒരേപോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഞങ്ങളെ എല്ലാവരുടെ ഫോട്ടോസും കാര്യങ്ങളാണ്. ഇത് അപ്പൂസിന്റെ ഹോളി കമ്മ്യൂണിന്റെ ഫോട്ടോ ആണ്. ഇത് ഓണത്തിന്റെയാണ്. പിന്നെ ഇത് ആദിസിന്റെ ജനിച്ചപ്പോൾ ആദ്യത്തെ ഫോട്ടോ, പിന്നെ അവന്റെ ജനിച്ചപ്പോഴുള്ള ഫോട്ടോഷൂട്ടിലെ ഫോട്ടോസ് സംഭവങ്ങൾ. പിന്നെ അതേ ഇവിടെ അപ്പൂസ് പൂക്കാരിയായിട്ടും ഡാൻസിനും ഫാൻസി ഡ്രസ്സിനൊക്കെ ഫസ്റ്റ് കിട്ടിയത്. പിന്നെ ഇവിടെ ബൈബിൾ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നോയമ്പ് കാലല്ലേ, തമ്പാച്ചനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മഹാവിഷ്ണു ഉണ്ട്, കാൻഡിൽ സ്റ്റാൻഡ് കാര്യങ്ങളുണ്ട്. പിന്നെ ക്രോക്കറി ഇവിടെ ഇവിടെ നമ്മൾക്ക് സമ്മാനം കിട്ടിയ സാധനങ്ങളൊക്കെ അപ്പൂസിന് കിട്ടിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്റെ ചിലങ്ക വെച്ചിട്ടുണ്ട്, വിളക്കുകൾ, പൂജ ഐറ്റംസ്, ക്യാൻഡില്, വിളക്ക് സാധനങ്ങൾ, മെഴുതിരി, കുന്തിരിക്കം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മളെ ക്രോക്കറി ഐറ്റംസ് ഒക്കെയാണ്. അത് ഇതിലും കണ്ടാ അറിയാം. ഇവിടെ സാൾട്ട് ആൻഡ് പെപ്പർ പ്ലേറ്റ്സുകള്, പിന്നെ കപ്പുകള്, പ്ലേറ്റുകള്. ഇത് അപ്പൂസിന്റെ ബാംഗ്ലൂരത്തെ സ്കൂളിലത്തെ അപ്പൂസാണ് ഈ നിക്കണത് കേട്ടാ. ഇത് നമ്മുടെ ആദീസിന്റെ പ്ലേ സ്കൂളിലെ ആദീസാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ഇതിലും അതേ ഇവിടെ നമ്മളുടെ ഇത് കണ്ട ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇത് നമ്മുടെ താടിമ്പൊട്ടിന്റെ മഗ്, ഗ്ലാസ്സുകള്, നമ്മുടെ ജിമ്പലിന്റെ. പിന്നെ അടിയിൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് പ്ലേസ് ഉണ്ട്. ഒക്കെ ലോക്കഡാണ്. അടിയിലും കുറെ സാധനങ്ങളും സംഭവങ്ങളും. ഇനി ഇതിലൊക്കെ ഞങ്ങൾ ഒതുക്കി പിടിച്ച് വരണം. അധികം വെച്ചിട്ടൊന്നുമില്ല, വെച്ച് വെറുതെ വെച്ചിട്ട് അടക്കി പറക്കി വെച്ച് വരണോ ഞങ്ങള്. അപ്പൊ അങ്ങനെ ഇതാണ് ഡൈനിങ് സ്പേസ്. ഇപ്പൊ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ TV കാണാൻ എളുപ്പമാണ്. അപ്പൊ അവിടെ പോയി നിലത്തിരുന്ന് TV കാണാൻ വേണ്ടി ഇപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ TV മുമ്പിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നാലും നമുക്കത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കിട്ടും. ഇത്രയും ലോങ് ആണ് നമ്മുടെ ഈ ഹോള്, ഡൈനിങ് ഹോള്, ലിവിങ് ഹോള്. അതിന് മുന്നത്തെ ഒരു അത്രയും സ്ഥലം കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ നല്ല ഡയലൈറ്റും കാറ്റും വെളിച്ചും ഒക്കെ ഈ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. വിൻഡോസ് ഇഷ്ടം പോലെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഈ ഹോളിൽ തന്നെ 3 വിൻഡോകളാ വരുന്നത്. അതും 3 പാളിയുടെ അല്ലെ ഈ സൈഡില്. ഇവിടെ നല്ല വെളിച്ചുണ്ട് എപ്പോഴും. ഞങ്ങള് വീഡിയോ എടുക്കുമ്പോ മാത്രം. പിന്നെ നമ്മളുടെ മെയിൻ ഏരിയ ഞങ്ങൾ ആദ്യം സെറ്റ് ചെയ്തത് നമ്മുടെ പ്രയർ ഏരിയ ആണിത്, പ്രയർ യൂണിറ്റ് ആണിത്. എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. ഞാൻ കൂടുതൽ ഇവിടെയാണ് ഇരിക്കുക. അപ്പൊ പ്രയർ ഏരിയ ആണ്. ഇവിടെ നമ്മളുടെ ക്രിസ്തുവും കൃഷ്ണനും മാതാവും പിന്നെ ശിവനും ഫാമിലിയും യേശുവും ഫാമിലിയും കൃഷ്ണനും യേശുവും പിന്നെ നമ്മളുടെ ഇവിടെ തിരികെത്തിക്കണതും ചന്ദനം തിരികെത്തിക്കുന്നതും എല്ലാ സംഭവങ്ങളും ക്യാൻഡിലും എല്ലാം വെച്ചിട്ടുണ്ട്. ബൈബിൾ വെച്ചിട്ടുണ്ട്, നമ്മുടെ പ്രാർത്ഥന ബുക്കുകള്, കുരിശിന്റെ വഴി, വചനപ്പെട്ടി എല്ലാം ഉണ്ട്. ഇതൊക്കെ കാലങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ളത് തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മളുടെ കൊന്ത വുഡിന്റെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ചുനോടെ വന്നപ്പോ. ലീവിങ്ങിൽ ഇരിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇവിടെ വരും. നമ്മൾ എവിടെ പോവാണെങ്കിലും ഇവിടെ പ്രാർത്ഥിച്ചിട്ടാ പോവാ. എവിടെ നിന്ന് തിരിച്ച് വരികയാണെങ്കിലും നമുക്ക് കാണാം. ഫുഡ് കഴിക്കുക ഒക്കെ നമ്മൾക്ക് ഇപ്പോഴും കാണാം. അപ്പൊ അത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഒരു പ്ലേസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അപ്പൊ നമ്മളുടെ ഈ ഹോള് കണ്ടു. ഇനി താഴത്തെ കാണിക്കല്ലേ, കിച്ചൺ ലാസ്റ്റ് കാണിക്കാം. നമുക്ക് മോളിൽ പോയിട്ട് വരാം. അതെ, അപ്പൊ മോളിൽ പോയിട്ട് വരാം കേട്ടാ. അപ്പൊ ഇനി മോളില് ഇവിടെ ഒരു സ്റ്റോറേജ് പ്ലേസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ ചില വീടുകളിൽ ഇവിടെ കബോർഡ് പണിതിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മളൊരു ഡീപ്പോയി ഉണ്ട് നമ്മുടെ. അപ്പൊ അതിൽ കുറച്ച് സാധനങ്ങൾ ടൂൾ ബോക്സ് ശരിക്കും അത് നമ്മുടെ ഇൻവെർട്ടർ വെക്കാനുള്ള സ്ഥലമാണ്. അവിടെ ഇൻവെർട്ടർ പ്ലഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് നേരെ സ്റ്റെയർകേസിലേക്ക് പോവാണ്. സ്റ്റെയർകേസും വുഡിന്റെ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മളുടെ ആദീസിന്റെ നെയിമിംഗ് സെറമണിയുടെ ഇവിടെ ഉണ്ട്. ആദീസിന്റെ പേര് ശരിക്കുള്ളത് മികവ് എന്നാണ്. ആദീസ് ആൾക്കാർക്ക്, പുതിയ ആളുകൾക്ക് വേണ്ടി അവന്റെ നെയിമിംഗ് സെറമണിയുടെ ആണ്. അത് അവന്റെ ന്യൂ ബോൺ ബേബി ആയിരിക്കുമ്പോ ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോ ആണ് ബാംഗ്ലൂർ റെയിൻബോ ഹോസ്പിറ്റലില്. അപ്പൊ അതേ നമ്മളിവിടെ ഉണ്ട് മിസ്റ്റർ വിശാഖ് ആൻഡ് മിസ്സിസ് തീർത്ഥ വിശാഖ്.
March 21 Monday 10:30 AM with best wishes അപ്പൂസ് ബാംഗ്ലൂരായിരുന്നു. ഇത് അപ്പൂസിന്റെ ഹോളി കമ്മ്യൂണിയന്റെ, ഇത് നമ്മുടെ ആദീസിന്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ, ഇത് ആദീസിന്റെ സെക്കൻഡ് ബർത്ത്ഡേയുടെ, ഇത് ആദീസിന്റെ തേർഡ് ബർത്ത്ഡേയുടെ, ഇത് ആദീസിന്റെ ഫോർത്ത് ബർത്ത്ഡേ, ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞത്. ഇനി ഇങ്ങനെ കേറി വരുമ്പോ പൊന്നും കുപ്പികളൊക്കെ അത് വിച്ചൂടെ വെക്കാൻ നമ്മൾ, പക്ഷെ എനിക്കിത് വിച്ചൂന് കൊറോണ സമയത്ത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ചെയ്തിട്ടുള്ള വയലിൻ. പുതിയ ആളുകളൊന്നും കണ്ടിണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ വിച്ചു ബാംഗ്ലൂർ കൊറോണ സമയത്ത് ഒക്കെ നമ്മളെ ഇത് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ചെലങ്ക കണ്ടത് എന്റെ കാലിൽ എന്റെ ചെലങ്കയാണ് ഗൈസ്, കണ്ടോ. അപ്പൊ പിന്നെ വയലിൻ, ഈ വയലിന്റെ ഉള്ളിലിടാൻ ആ കോല് ഇതിലില്ലേ ഉണ്ടായിരുന്നു, പോയി ഇങ്ങനെ വയലിൻ വായിക്കുന്നതുണ്ട്. പിന്നെ താഴത്തുനിന്ന് ഇവിടുത്തെ കഥകളി, കേരളത്തിന്റെ കഥകളി ഗൈസ്. അപ്പൊ ഓരോ സ്റ്റൈലിലും ഞാനത് വെച്ചിട്ട് വിച്ചു വരച്ചാണ് കേട്ടോ. എന്ത് രസമല്ല കാണാനായിട്ട്. പിന്നെ കുറെ പേര് നമ്മളെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്ന് ഇഷ്ടപ്പെട്ട് കൊടുത്തു. ഇനി ഞാൻ ആർക്കും കൊടുക്കില്ല, കാരണം കൊടുത്ത് എന്റെ കഴിഞ്ഞു തുടങ്ങി. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ബുദ്ധ, ഇതും വിച്ചിനോട് എല്ലാം വരച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. കൊറോണ ടൈം പാസ്. കൃഷ്ണൻ, ഒരു കോമിക് കൃഷ്ണൻ. പിന്നെ യേശു ഉണ്ടായിരുന്നു. യേശുവിനെ അമേരിക്കയിൽ നിന്ന് വന്ന ഷീനേച്ചിക്ക് ഇഷ്ടമായിട്ട് അയ്യോ ശരി ജീന ചേച്ചി കൊണ്ടുപോയി. അപ്പൊ സ്റ്റെയർകേസ് ഇവിടെ ഞാൻ കേറി വരുമ്പോ തന്നെ കോർണറിൽ ഞാനിവിടെ ഒരു ക്ലേയുടെ അടിപൊളി ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോന്ന് അറിയില്ല. ഞാൻ നമ്മളെ മുന്നത്തെ ഹോം ടൂറിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത് എല്ലാം ഈ ഫ്ലവർ വേസിൽ ഇരിക്കുന്ന ഈ ഒരു ഇത് മൊത്തം തെങ്ങിന്റെ ഐറ്റംസ് മാത്രമാണ്. തെങ്ങിന്റെ ഓല, തെങ്ങിന്റെ ചൂരല്, തെങ്ങുമത്തെ മറ്റേ എന്താണ് പൂക്കൊലത്തെ സാധനം, ഇതെല്ലാം ചിരട്ട, അതെ എല്ലാം എല്ലാ തെങ്ങിന്റെ സാധനങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ പ്രത്യേകത. പിന്നെ ഇത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ള എല്ലാ റൂമുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് സേഗേഴ്സിന്റെ. കണ്ട ഇവിടെ അത്രയും സ്പേഷ്യസ്, നല്ല രസമാണ്. നമുക്ക് മുകളിൽ നിന്ന് ശരിക്കും എല്ലാം കാണാണ്ടിരിക്കും. അപ്പൊ നേരെ മേലേക്ക് പോകാം. കേറി വരുമ്പോ വീണ്ടും വലിയൊരു ഹാളാണ്. അതെ, ഇവിടത്തെ ലൈറ്റുകൾ ഇട്ട് കാണിച്ചുതരാം ഗൈസ്. 2 ലൈറ്റ് ഉണ്ട് അവിടെ ഇവിടെയും. ഇവിടെ നമ്മളത് കമ്പ്യൂട്ടർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കമ്പ്യൂട്ടർ നമ്മളിവിടെ സെറ്റ് ചെയ്തു. അപ്പുനെ ഇപ്പോൾ അപ്പു പഠിക്കണതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിലാണ്. കാരണം അപ്പു മൊബൈലിലാണ് നോക്കി പഠിക്കണതാണ്. കമ്പ്യൂട്ടർ കേടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പു ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യാണ്ട് കൂടുതൽ കമ്പ്യൂട്ടറിലാണ് ഫുൾ പരിപാടികൾ. അപ്പുവിന്റെ സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തതാണ്. സ്റ്റഡി ടേബിള്, ഇവിടെ കമ്പ്യൂട്ടർ ടേബിള്, ഇത് മോട്ടിവേഷൻ ഉണ്ടായിരുന്ന അവന്റെ ബോട്ടില് വെള്ളം കുടിക്കണത്. ഇത് ഉണ്ണിക്ക് കണ്ണെയ്തിരുന്നതാണ്. ഇനി ഇത് ഇവിടെ അടിക്കാനുള്ള റൂമില് കുറച്ചൊക്കെ ഹോൾഡറുകള് സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ എമർജൻസി മോളിലെ ഇവിടെ മാതാവിന് കൊച്ചിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് കേസ് പീസുകൾ വെക്കാനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒക്കെ വുഡിന്റെയും സംഭവങ്ങൾ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവന്റെ ബാഗ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അയൺ ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെയാണ് ഇതുള്ളത്. ഇവിടെ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോയി. പ്ലഗ് പോയിന്റുകൾ കുറവായിരുന്നതുകൊണ്ട് അപ്പൊ നമ്മളപ്പോ ഇവിടെ തന്നെ വെച്ചു. ഓക്കെ. അപ്പൊ പിന്നെ ഇവിടെ ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. എല്ലാ റൂമുകളിലും വേസ്റ്റ് ബിൻ, എല്ലാ റൂമിലും നമ്മള് ബാത്റൂമിലും എല്ലായിടത്തും വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇവിടെ നമ്മളെ ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആദീസൊക്കെ ഉണ്ടാവുന്നതിന് മുന്നുള്ള ഇവിടെ ആദീസിൽ വേറെ 2 ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇവിടെ ചെടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അടിയിലിടാൻ സ്ഥലമില്ല, കൊളുത്തില്ല. അപ്പൊ അത് കാരണം അടിയിന്ന് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. അപ്പൊ ഇവിടെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു ഹാങ്ങിങ് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെയും ഒരു വുഡിന്റെ ഒരു ഇതില് ഞാൻ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്രെയിമായിരുന്നു. അത് ഞങ്ങളുടെ ഫാമിലി, ഇത് ഞങ്ങളുടെ 4 ആളുടെ ഇതിൽ വെക്കാനും അപ്പൂസിന്റെ ആദീസിന്റെ ഇതിൽ വെക്കാനുള്ളതാണ്. ഇത് പൊട്ടി. അപ്പൊ എന്നാലും അത് ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അവന്റെ അടുത്ത്. പിന്നെ ഇവിടെ എന്റെ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ഓടക്കുള്ളിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മൈപ്പീരി പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈഫൈയുടെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളുടെ വന്ദേ മാതരം നാഷണൽ ഫ്ലാഗ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇതിന്റെ ഇവിടെ നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും പുറത്തൊരു കിടിലം ബാൽക്കണി ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോവാം.
അതായത് ഇവിടെ ഒരു നല്ലൊരു ഫ്ലവറിന്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലോക്ക് കൂടി ഉണ്ട്. പിന്നെ ഇവിടെയും ഒരു വാഷ് കൗണ്ടർ ഉണ്ട്. രണ്ടും ഒരേ സെയിം പൊസിഷൻ തന്നെയാണ്. അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു വെറും സംഭവങ്ങൾ കൂടി ഇവിടെ ഹാൻഡ് വാഷ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ഏരിയ. അതെ, ബാൽക്കണി ഗൈസ്. എനിക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്ലേസ് ആണ് ഇവിടുത്തെ ഈ ബാൽക്കണിയും അതുപോലെ താഴെയുള്ള ആ ഒരു ചാരിപ്പടി. ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ ഇരുന്ന് എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന് പണ്ട് കയ്യിൽ ചായ ആയിട്ട് ഇരിക്കാനായിട്ട് വേറെ ലെവലാണ് ഗൈസ്. ഇവിടെ പിന്നെ ഫ്രണ്ടിലേക്കൊക്കെ കുറച്ച് വ്യൂ ഉള്ള കാരണം കുഴപ്പമില്ല. വീടുകളാണെങ്കിൽ സെറ്റ് ആയി ഉണ്ടാവില്ലേ, ഒരു എയിം ഉണ്ടാവില്ലേ, വീടുകൾ ഓപ്പോസിറ്റ് വീടൊക്കെ ഉണ്ടെങ്കിൽ. അപ്പുറത്തെ പിന്നെ ഈ പറമ്പ് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് വ്യൂ വരുന്നുണ്ട്, രസം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നേരെ പറമ്പ് തന്നെയാണ് നോക്കുക. ഇവിടെ നമ്മുടെ സപ്തസ്വരങ്ങള് ഇട്ടിട്ടുണ്ട്, അടിപൊളിയാണ്. ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് പ്ലേസ് കിട്ടിയത്. ഇത് മാത്രം ഭാഗ്യത്തിന് ഒരു കുളത്തൂടെ കണ്ടു ഞങ്ങൾ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ എവിടെ ഇടുന്ന വെച്ചിരിക്കുന്നു. ഇതും പപ്പ അവിടെ നിന്ന് ഉരി കൊണ്ടുപോയിക്കോ, അവിടെ പോയി ഇട്ടോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇതൊരു കിടിലൻ സ്പേസ് ആണ്. കാരണം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പാർട്ടിയോ ബർത്ത്ഡേയോ വിശേഷങ്ങളോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ എല്ലാവർക്കും സീറ്റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ കൈ കഴുകാനുള്ള സെറ്റപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അടിപൊളിയാണ്. ഈവനിങ് ഇവിടെ കിടലാണ്. പിന്നെ ഇവിടെ ഞങ്ങള് ചെടിച്ചട്ടിയൊക്കെ വെക്കാം എന്നാണ് വിചാരിച്ചേക്കണത്. കാരണം ഇവിടെ വേറെ ഇതില്ല, പിടുത്തം ഒന്നുമില്ലല്ലോ. അപ്പൊ ഇവിടെ നിന്ന് കേറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നോക്കലായിരിക്കും മെയിൻ പണി. അപ്പൊ അത് കാരണം ഇവിടെ ഞങ്ങൾ ചെടിച്ചട്ടി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓ, ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ട് കേട്ടോ. പരിപാടി നടക്കുമ്പോ ഇവിടെ ഒരു ലൈറ്റും ഇവിടെ ഉണ്ട്, ഫാൻ ഇവിടെ ഒരു ഡിം ലൈറ്റും ഉണ്ട്. ഇവിടെ നമ്മളൊരു ഫാമിലി ഫോട്ടോ, ഫാനുകൾക്കൊന്നും കുറവില്ല, ഫാൻ കണ്ടമാനുണ്ട്. ഇവിടെയും ഫാമിലി ഫോട്ടോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ ബാൽക്കണി. അപ്പൊ ഇനി നമ്മളുടെ ബെഡ്റൂമിലേക്ക് എല്ലാവരും വരൂ. പൊന്നു ആൻഡ് മീ. അപ്പൊ ഇതാണ് നമ്മളെ ബെഡ്റൂം. റൂമുകളെല്ലാം സെയിം തന്നെയാണ്. റൂം സൈസ് ഇത് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഞങ്ങള് സ്ഥിരം ഈ ശരിക്കും ബെഡ്ഷീറ്റൊന്നും ഇപ്പൊ ഇട്ടിട്ടില്ല. ഇതില് വന്ന സമയത്ത് ഞങ്ങൾ ഇട്ടതാണ്. ഞങ്ങള് വന്നപ്പോ എടുക്കാൻ കൊതിച്ചിട്ട് മാറ്റിയില്ല. കാരണം മിച്ചുവിന് നിന്നുകൂടി കഴിഞ്ഞാൽ മുടക്ക് കിട്ടില്ല. അപ്പൊ ഹോം ടൂർ ചോദിക്കണവർക്ക് തരാനും പറ്റില്ല. ഞങ്ങൾ ഓരോരോ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോ ഓരോരോ ഭാഗങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്യും. അപ്പൊ പിന്നെ അത് കാരണം പിന്നെ അങ്ങനെ. അപ്പൊ ഇത് നമ്മളുടെ ഇവിടെ ഈ ആ വീട്ടില് ഞങ്ങള് ഈ കട്ടിലേക്ക് യൂസ് ചെയ്തിട്ടില്ല, കിടന്നിട്ടില്ല, ഹോളിലാ കിടന്നിരിക്കണേ. അപ്പൊ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ബെഡ്റൂമിൽ ഞങ്ങൾ കിടന്നത്. പിന്നെ എന്താ പറയാ, നമ്മളിവിടെ AC ഫിറ്റ് ചെയ്തു. ACയുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു തമ്പാച്ചന്റെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നമ്മുടെ ആമക്കുട്ടുണ്ട്. പിന്നെ ഇവിടെയും ചെടി വെച്ചിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ ഇവിടെയും ഒരു ചെടി വെച്ചിട്ടുണ്ട് ചെറുത്. എല്ലായിടത്തും നല്ല പ്രകാശവും ലൈറ്റും കാറ്റൊക്കെയാണ്. പിന്നെ നല്ല കാറ്റ് വരുന്നുണ്ട് എല്ലാ റൂമിലും, എല്ലാ വിൻഡോയിലും, എല്ലാ റൂമിലും. നിങ്ങൾക്ക് അറിയാം, ഞാൻ കൊന്തിടാറുണ്ട് കേട്ടോ. അത് എന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഇവിടെ നമ്മുടെ ഒരു കുട്ടപ്പരിന്റെ തക്കിടു. പിന്നെ ഇവിടെയും ഡിം ലൈറ്റ് ഉണ്ട് കേട്ടോ. നൈറ്റ് വേണമെങ്കിൽ ഇവിടെ ഇതേ കബോർഡ് കണ്ടില്ലേ, ആ സെയിം കബോർഡും സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് മൂന്ന് ഡോർ തന്നെയാണ് എല്ലായിടത്തും. ഇങ്ങനത്തെ ഇടണമെങ്കിലും ഹാങ് ചെയ്തിടാനാണെങ്കിലും 3 ഡോർ തന്നെയാണ് എല്ലായിടത്തും ഉള്ള കബോർഡ്. ഇത് ഓൾറെഡി ഇവിടെ പണിതിട്ടുള്ളതാണ്. അപ്പൊ ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഡ്രസ്സുകൾ ഹോൾഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ്, വിച്ചുവിന്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്റെ ഡ്രസ്സുകളൊക്കെ ഇടാനായിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ്. പിന്നെ ലോണ്ട്രി, താഴെ ഒരു ലോണ്ട്രിയുടെ സംഭവം വെച്ചിട്ടുണ്ട്. എന്റെ ആദ്യമൊക്കെ അവിടെ ഇടുക. അപ്പൂസിന്റെ റൂമിൽ വേറെ ലോണ്ട്രി ഉണ്ട്. വിച്ചുവിന്റെ ലോണ്ട്രി. പിന്നെ നമ്മുടെ മാതാവ് ഇവിടെ എണീക്കുമ്പോ എന്നെ മാതാവിനെ കണ്ട് എണീക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ഇവിടെയും ഒരു ചെറിയൊരു ഷോക്കേസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വേളങ്കണ്ണി മാതാവ്. പിന്നെ വിച്ചു വരച്ചതാണ് കേട്ടോ, ടോം ആൻഡ് ജെറി. പിന്നെ ഒരു ബെഡ്റൂം എന്ന നിലയിലുള്ള നമ്മളുടെ ഒരു ലവ് പീസ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അപ്പൂസ് പറയാ, ഇത് അപ്പി മൊന്നും, ഇത് യോഗ ചെയ്യണ അപ്പൂസ്, അപ്പുറത്തെ ആദീസ് എന്നൊക്കെ. ഇത് വിച്ചു ചെയ്ത വർക്കാട്ടോ. ഞങ്ങൾ അന്ന് അശ്വതി സ്റ്റുഡിയോസിൽ വെച്ച് പറഞ്ഞില്ലേ, അത് കത്തി ലൈറ്റ് കത്തുമ്പോ ഞാൻ ഇവിടെയും ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാത്റൂം ഉണ്ട്.
അതും സെയിം അല്ല, നല്ല അത്യാവശ്യം നല്ല നീറ്റും സംഭവങ്ങളൊക്കെ ഇനിയാണ് എല്ലാ ബാത്റൂമും സംഭവങ്ങളൊക്കെ ഇത് കണ്ടില്ലേ. ഇത് മാത്രമേ പിടിക്കാത്തുള്ളൂ. എവിടെ പോയാലും ഇവൻ ബാത്റൂമിൽ ഇങ്ങനെ എല്ലാം കുളത്തിട്ട് പോകും. എനിക്ക് അത് മാത്രം വലിയ ഇഷ്ടമല്ല. എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, അതൊക്കെയാണ് ഈ റൂമിലെ പ്രത്യേകതകൾ. എല്ലാ റൂമുകളൊക്കെ സെയിമാ. റൂമുകളിലൊന്നും വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. റൂം നമ്മുടെ മെയിൻ സാധനം അയ്യോ എന്റെ അമ്മ ഇവിടെ ഏത് നേരം കറണ്ട് പോണ്ട്. അപ്പൊ ഇതില്ലാണ്ട് നൈറ്റ് കറണ്ട് കഴിഞ്ഞാൽ കിളി പോവും. കിളി ഒന്നിച്ചങ്ങോട്ട് മാറും. പിന്നെ എന്താ പറയാ, അപ്പൊ അങ്ങനെ അപ്പൊ അവിടെ പിന്നെ വാഷ് ബേസിൻ നമ്മള് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ഇവിടുത്തെ അപ്പൂന്റെ റൂമിലേക്കാണ്. അപ്പൂസിന്റെ റൂമും ഏകദേശം ഇത് തന്നെയാണ്. അതെ, തമ്പച്ചന്മാര് ഇവിടെ അപ്പു പഠിക്കുന്നിടത്തും എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇനി അപ്പൂസിന്റെ റോക്കിംഗ് സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ പിന്നെന്താ പറയാ, അവിടെ ഒരു ബെഡ് വെച്ചിട്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. ഇവിടെ യൂണിഫോം ഒക്കെ അവന്റെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു കബോർഡ് ഉണ്ട്, സെയിം തന്നെ. എല്ലാത്തിലും മിററും ഉണ്ട്, മുകളിലും സ്റ്റോറേജ് ഉണ്ട്. ഞങ്ങളുടെ റൂമിലും മുകളിൽ സ്റ്റോറേജ് ഉണ്ട്. ഫാനും ലൈറ്റും ഡിം ലൈറ്റും ഒക്കെ ഉണ്ട്. അവിടെ ഞാനൊരു ഹാങ്ങിങ് ആയിട്ട് മണി പ്ലാന്റ്. ഇതൊക്കെ ആദീസിന്റെ, നിങ്ങൾ ശ്രദ്ധിച്ചതൊന്നും അറിയില്ല, ആദീസിന്റെ വാട്ടർ ബോട്ടിലാണ് ഇവിടെയും ഞമ്മളുടെ ഉള്ളത്. ഇത് വീർമുപ്പിയാണ്. നമ്മളുടെ അല്ല, വഴിന്ന് കിട്ടിയിട്ട് നീല കളറിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വഴിന്ന് പറക്കി ക്ലീൻ ചെയ്ത് നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോ തൊട്ട് കൊണ്ടു നടക്കണതാണ്. അതിന്റെ പിന്നെ അപ്പൂന്റെ ക്യാപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ആടുമ്പിയും ഒരു ടൈഗറും ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഓപ്പണാക്കി അപ്പുറത്തെ ഒരു വീടാണ്. പിന്നെ അപ്പൂസിന്റെ കുടുവാവ, അതേ നമ്മുടെ അപ്പൂസ് മഗ്ഗിലിരിക്കുന്നു, അവന്റെ ഓരോ സാധനങ്ങള്. ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും തിരുകുടുംബം വെച്ചിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോ എന്നെ കാണാൻ. അപ്പൂസിന്റെ ഫേവറേറ്റ് ബൈക്കും കാറുകളും ടോയ്സാണ് മൊത്തം. പണ്ടത്തെ ചെറുപ്പത്തിലത്തെ ടോയ്സുകളാണ്. എല്ലാം ഒന്നും കാണാനില്ല, അതെല്ലാം സൂക്ഷിക്കും. അതൊക്കെ ആദ്യക്ക് കൊടുത്തത് മിനിറ്റുകൾക്കൊക്കെ നശിപ്പിക്കും. ഭയങ്കര ഇഷ്ടം കുട്ടി കുട്ടി സാധനം. ഏത് കണ്ട, ഇത് അടിപൊളി സാധനങ്ങൾ, അടിപൊളി സാധനങ്ങൾ. അവൻ പറയാ ആദ്യം എന്ന് നാശാക്കണ്ടാവണം അന്ന് ഞാൻ കൊടുക്കുള്ളൂ. അപ്പൊ അവൻ അതൊക്കെ ഭയങ്കര ഇഷ്ടം. ഒരുപാട് കളക്ഷൻ ഉണ്ടാവില്ല, വെക്കാൻ പറ്റുന്നത് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു ലക്കി ബാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ അവന്റെ ബാത്റൂം അവിടെ അവന്റെ ബാത്റൂം സ്ക്വയറാണ്. നമ്മളുടെ മറ്റേ ഇതാണ് ഏത്, അയ്യോ റെക്ടാങ്കിൾ. അപ്പൊ ഇവിടെ എനിക്ക് ഇവന്റെ ബാത്റൂം ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൂ കളർ, അവന് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂ കളർ. ഇവിടെ നമ്മൾ ചെടി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബാത്റൂമിലെ ചെടി കാണിച്ചില്ലാന്ന് തോന്നുന്നു. എല്ലാ ബാത്റൂമിലും ഇതുപോലത്തെ പോലെ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷവർ സാധനങ്ങളെല്ലാം ഷവറും നല്ല പവർഫുൾ ഷവറുകളാണ്. ബാത്റൂം ഫിറ്റിംഗ്സും അതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ്. അപ്പൊ അപ്പൂസിന്റെ ഇവിടെ ഒരു ലോണ്ടറി വെച്ചിട്ടുണ്ട്. അവന്റെ മുഷിന സാധനങ്ങൾ ഇടാൻ ഇവിടെ, ബെഡ്റൂമിൽ ഇടാനായിട്ട് അവിടെ, താഴത്തിടാനായിട്ട് അവിടെ, എന്നാൽ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ. നമ്മളെല്ലായിടത്തും അങ്ങനെയാണ്. ഇവിടെ പ്ലഗ് പോയിന്റ് ഉണ്ട്. മൊബൈലും വെക്കാനുള്ള ഹോൾഡർ. ഇനി നമുക്ക് പുറത്തെ ബാൽക്കണിക്ക് പോവാം. വാഷിംഗ് മെഷീനിന്റെ ഒരു സ്പേസ് ഇവിടെയാണ് വരുന്നത്. വാഷിംഗ് മെഷീൻ ഇവിടെയാണ്, നമ്മളിവിടെ ഓൾറെഡി ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് വാഷിംഗ് മെഷീൻ്റെതായ സംഭവം എന്താണ് വാഷിംഗ് പൗഡർ, പിന്നെ ഇവിടുത്തെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഫ്ലോർ ക്ലീനറും, ഇവിടെ ഡിറ്റർജന്റ് കാര്യങ്ങളും, കംഫർട്ട്, ഉജാല, അതൊക്കെ ഇവിടെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ കഴുകിയിരുന്ന ഇപ്പൊ സ്റ്റാൻഡ്. എനിക്ക് ഞാൻ മിസ്സിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവിടെ കുറച്ച് അഴക്ക് കെട്ടി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 3-4 വാഴയ്ക്ക കിടണം. പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു മോപ്പും ബക്കറ്റും ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ചുറ്റും നോക്കുകയാണെങ്കിൽ എന്താ, ഇപ്പുറത്ത് നമ്മളൊരു ആന്റിന്റെ വീടുണ്ട്. ഈ വീട്ടില് ഇപ്പൊ താമസമില്ല. നമ്മുടെ സഖാവിന്റെ വീടാണ് ഇതാ കാണുന്നത് അല്ലെ, അതാണ് സഖാവിന്റെ വീട്, സഖാവിന്റെ. അപ്പൊ അതായത് നമ്മളുടെ ഇതിലെ പോണതാണ് ആ വഴി, പള്ളി അവിടെയാണ് വരിക. ഇത് നമ്മുടെ ഇപ്പുറത്തെ പറമ്പ്, ഫലപുഷ്ടമായ പറമ്പാണ്. വാഴ, തെങ്ങ്, മുരിങ്ങ, തേങ്ങ, കുരുമുളക്, പ്ലാവ് എല്ലാം ഉണ്ട് ഗൈസ്. അപ്പൊ ഇനി നമുക്ക് വീണ്ടും താഴത്തേക്ക് പോവാം. മോളിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ, വേണമെങ്കിൽ ഇതോടുകൂടി പോവാം. മോളിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈം ആയി. ഞാനൊരു വട്ടം പോയല്ലോ, ഞാൻ പോയിട്ടില്ല. ഇതിടാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അതൊക്കെ കണ്ട
ഇഷ്ടം പോലെ കേട്ടോ എല്ലാ വീടും എല്ലാ മുക്കിലും മൂലയിലുണ്ട്. ഇത് എത്ര ഇന്ത്യയാ? 500 അല്ല 750 അല്ലേ? 750 ലിറ്റർ. നമുക്ക് ഇവിടെ കേട്ടാ ഗൈസ് എല്ലായിടത്തും ഹുക്ക് ഇട്ടുണ്ട്. ഞങ്ങള് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതെ. ഓ നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടുണ്ടായിരുന്നു, ചെരുപ്പ് എടുത്തില്ല. അപ്പൊ ഇത് നമ്മുടെ ഓപ്പൺ ടെറസ്. ഇത് നമ്മളുടെ ജോസ് ചായന്റെയും ശ്രീനാടിയും വീട്. അതെ, അവരൊക്കെ ഞങ്ങള് പരിചയപ്പെടുത്തി തരാം. നമ്മളും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അവരടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി തരാം. നമ്മൾ നമ്മളൊന്നും സെറ്റായി വന്നിട്ടില്ല ഇവിടെ. അപ്പൊ അത് ചുറ്റും മരങ്ങള് ഗൈസ്, മരങ്ങൾ. അപ്പൊ ഇനി ഞങ്ങള് പല ചലഞ്ചുകളും ഗെയിമുകളും മുകളിൽ രസമുണ്ടല്ലേ? മുകളിൽ നല്ല രസമുണ്ട്. മുകളിൽ കിടല്ല ചൂടില്ലാത്തപ്പോ വന്നാൽ അടിപൊളിയാ. 2 തെങ്ങുകൾക്കിടയിൽ ഒരു വാഴ. 2 തെങ്ങുകൾക്കിടയിൽ ഒരു വാഴ. അത് പറയണ്ട, എന്റെ പപ്പോട് പറയാനുള്ളത്. ഞാൻ അപ്പൊ നമുക്ക് താഴ്ച പോവാം. ഇനി കിച്ചണും അതെ. എന്റെ അലമാരി ഇതും ഭയങ്കര വെയിറ്റ് ആയിരുന്നു, ഭയങ്കര പാടായിരുന്നു. ഇത് പപ്പ എനിക്ക് തന്നിട്ടുള്ള അലമാരിയാ, ഒരു രക്ഷയില്ല. പപ്പ ആ ചേട്ടൻ കയറ്റണ ചേട്ടൻ പറയാ ഈ അലമാരിക്ക് സിമ്പിൾ ആയിരിക്കാല്ലോ. ആ ചേട്ടന്റെ കേടി വന്നിച്ചു മാറി. കാരണം പപ്പ പറഞ്ഞ് പണിയിപ്പിച്ച അലമാരി അത്. അപ്പൊ അത്ര സ്ട്രോങ് ഒന്നും അനക്കാൻ പറ്റില്ല. ഇതും പിടിച്ച് അപ്സ്റ്റെയർ കാരണം അത് 3 പേര്, ഞങ്ങള് 3 പേരുണ്ടാന്നല്ലോ. അത് ഒരു സൈഡില് ഞാൻ ഒറ്റയ്ക്കും മറ്റേ സൈഡിൽ അപ്പൂസും ആളും കൂടിയിട്ട് പിടിച്ചേ. അയ്യോ, ആളത് എടുത്തോണ്ട് തളർന്നു പോയി ആള്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കാൻ. ശ്രീദേവി അടിക്കോളൂ, ശ്രീദേവി അടിക്കോളൂ. നല്ല ചൂട്. താഴത്ത് ഇത്രയും ചൂടില്ല, ഈ സമയത്ത് ചൂട്. എന്നാലും മുന്നത്തെ സ്ഥലത്തേക്കാളും ഭയങ്കര കുറവാണ് ഇവിടെ ചൂട്. അപ്പൊ നമുക്ക് ഈ താഴത്തൂടെ ഇവിടെ തക്കട് ഇരിക്കുന്നുണ്ടോ മുകളില്. അപ്പൂന്റെ പിയാനോ, ഇലക്ട്രിക് ഡ്രം അതൊക്കെയാണ് മുകളിൽ ഇരിക്കുന്നത്. എക്സാം കഴിഞ്ഞിട്ട് വേണം അവനതൊക്കെ എടുത്തിട്ട് പെരുമാറാൻ. താഴത്തേക്ക് പോകാം. അപ്പോ ഇനി നമ്മളെ കാണാനുള്ളത് കിച്ചൺ. അതെ, ഇനി കിച്ചണിലേക്കാണ്, പൊന്നിന്റെ സാമ്രാജ്യത്തിലേക്കാണ് പോണേ. യെസ്, നമ്മൾ ആക്ച്വലി ഇന്ന് സൺഡേ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് എടുക്കണേ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതെ, ഇനി അതാണ് ഇനി എടുക്കാൻ പോണേ കിച്ചൺ. അപ്പൊ ഇതാണ് നമ്മുടെ വെൽക്കം ടു മൈ സാമ്രാജ്യം. അങ്ങനെയൊന്നുമില്ല സാമ്രാജ്യം. അതെ, ഇവിടെ അങ്ങനെയാണ്. വിച്ചുന്റെയും എന്റെയും ആപ്പൂസിന്റെയും ആദീസിന്റെ ഒക്കെ സാമ്രാജ്യമാണ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ കഴിഞ്ഞ കിച്ചൺ. ഒരു സ്ഥലമില്ല, ഭയങ്കര സ്പേസ് കുറഞ്ഞതായിരുന്നു, നമുക്ക് അറിയാം. ഭയങ്കര സ്പേസ് ആണ്. നമ്മള് കബോർഡുകളും ഫുള്ള് ഐറ്റംസ് ആണ്. മുകളിലും നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഇവിടെയും നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഇവിടെയും നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. താഴത്തും ഇഷ്ടം പോലെ കബോർഡ്സ് ഉണ്ട്. അപ്പൊ സാധനങ്ങളൊക്കെ വെച്ചപ്പോ പിന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം. എപ്പോഴെപ്പോഴും എടുക്കണ ഐറ്റംസ് ഒക്കെ നമ്മൾ എപ്പോഴും ആവശ്യം വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊന്നും അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാണാൻ പറ്റാത്ത രീതിയിലാണ്. അവിടെ ചില്ലും കൂടെ ഒന്നും അല്ലാത്ത കാരണം എല്ലാം ഉള്ളിലായിരുന്നു. പിന്നെ ഇതേപോലെ പുറത്ത് വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നമ്മളുടെ കബോർഡുകൾ പിന്നെ ഇതിൽ കുറച്ച് ഇങ്ങനെ ക്രോക്കറിയിലെ കുറച്ച് ഐറ്റംസ് അത് അങ്ങോട്ട് മാറ്റാനുള്ളതാണ്. അത് പതുക്കെ ഞാൻ ആക്കി. ഈ 2 ആള് കണ്ട കെട്ടി പിടിച്ചിക്കണത് ഞാൻ വെച്ച് പടങ്ങുമ്പോ ഞാൻ അതിനകത്തി വെക്കും. ഉപ്പും കുരുമുളകും പെപ്പർ. ഇതിലും കുറച്ച് കോഫി മഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ്, വനസ്പതി, നട്ട്സ്, കിസ്മിസ് അങ്ങനെ സാധനങ്ങളൊക്കെ. ഇതില് ആദീസിനുള്ള ബിസ്ക്കറ്റ് സാധനങ്ങളിലൊക്കെ ബോക്സുകൾ. ഇതില് അവന്റെ പാത്രങ്ങള്, അവന് കൊടുക്കാനും സ്നാക്കൊക്കെ കൊടുക്കാനുള്ള പാത്രങ്ങള്. ഇതില് കുറച്ച് കാസറോളും കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെ ഇതില് അരി സാധനങ്ങളാണ്, ഇതിലും കുറച്ച് അങ്ങനത്തെ സാധനങ്ങളാണ്. അതൊക്കെ മാറ്റണം. ഇതില് സ്റ്റോർ ചെയ്യണത്. പിന്നെ എന്താ പറയാ, ഗ്യാസിന്റെ കുറ്റി ഇതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, നമ്മുടെ പഴയ ഗ്യാസ് തന്നെ. പിന്നെ ഇവിടെ നമ്മളുടെ എന്താ പറയാ, ഈ ടീസ്പൂണിന്റെ സ്റ്റാൻഡും ഈ ഫോർക്ക്, പിന്നെ ഇത് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നൈഫും ഫോക്കൊക്കെ വെച്ചിട്ടുണ്ട്. മമ്മി എന്ന അച്ചാറ് പുളിഞ്ചി കൂടി ഇരിക്കുന്നുണ്ട്. ഇതിൽ കുറെ കയ്യിലുകള്, നൈഫും സാധനങ്ങള്, ഇങ്ങനത്തെ ഓയില് സ്പ്രെഡ് ചെയ്യാനുള്ള. ഇത് ഞങ്ങൾ ഇന്നലെ മേടിച്ചാണ് ഗായ്സ്. ഞങ്ങളുടെ യെസ്. അപ്പൊ പിന്നെ ഇവിടെ ഓഫ് കോഴ്സ് എന്റെ മണി പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. എന്റെ മാതാവ് ഇല്ലാണ്ട് എനിക്ക് എന്റെ കിച്ചൺ ഇല്ല. മാതാവിനെ കത്തിക്കാൻ തിരി കത്തിക്കുകയും എതിരെത്തിക്കുകയൊക്കെ ചെയ്യും. അവിടെ മാതാവുണ്ട്. ഇത് നമ്മളെ കൂടെ എപ്പോഴും ഉള്ളതാണ്. പിന്നെ നമ്മളുടെ സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിലിന്റെ ബോട്ടില്
ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇവിടുത്തെ ബിനിച്ചേട്ടൻ ഇവിടുത്തെ ഓണർ ബിനിച്ചേട്ടൻ പറയാ ഇതെന്താ വാറ്റാണ്. ഇത് നമ്മള് കുറെ കാലമായിട്ട് തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ്. ഷോക്ക് കിച്ചൺ പീസാണ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ പെയിന്റ് ചെയ്തതാണ് ഗൈസ്. കണ്ടോ എന്റെ ഇതില് നമ്മൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതില് പിന്നെ നമ്മളുടെ കപ്പ് ഹോൾഡർ. ഏറ്റവും അധികം ഈ വീട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മഗ്ഗായിരിക്കും ഗൈസ്. ചായ കപ്പ് ആണ്. ഇവിടെ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട് മണി പ്ലാന്റ്, ലക്കി ബാമ്പു. പിന്നെ ഇവിടെ വാഷിംഗ് ഏരിയ. എനിക്ക് ഈ വീട്ടില് ഒരു കുറവായിട്ട് തോന്നിയ ഒരു കാര്യം, വർക്ക് ഏരിയയില് വാഷിംഗ് ഏരിയ ഇല്ല, വാഷ് ബേസിൻ ഇല്ല. അതെനിക്ക് സ്പേസ് ഉണ്ടായിട്ട് പോലും അതെന്താ ചെയ്യാൻ എനിക്കൊരു വിഷമമായിരുന്നു. പിന്നെ എന്താ പറയാ ബാക്കി ഇവിടെ അപ്പൊ ഇതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ കൈ തുടക്കാനുള്ളത്. പിന്നെ ഇവിടെ നമ്മളുള്ള ഇങ്ങനത്തെ ഈ പാനിലേക്കുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാസറോള് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ചെറുലിയമ്മ നമുക്ക് തന്ന ഞങ്ങൾ തിരുവനന്തപുരത്ത് ഫസ്റ്റ് വന്നപ്പോൾ താമസിച്ച വീടുണ്ടായിരുന്നില്ല, അവിടെ തൊട്ട് വീട്ടിൽ ചെറുലിയമ്മ എനിക്ക് തന്നതാണ് ഗിഫ്റ്റ്. പൂജ അതിന്റെ കൂടെയുണ്ട്. നമ്മൾ സാൻഡ്വിച്ച് മേക്കറുണ്ട്. പിന്നെ നമ്മളുടെ മിക്സി പഴയത് കേടായി ഇപ്പൊ മേടിച്ചതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ ഫ്രിഡ്ജ് കൂട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനൊക്കെ കറക്റ്റ് സ്ഥലമുള്ള കാരണം രക്ഷപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ടൊമാറ്റോ തൂങ്ങി വരുന്നുണ്ട് ഗൈസ്. ഇവിടെ എന്റെ കിച്ചൺ ഡെക്കറുകളാണ് ഇതൊക്കെ. നേരത്തെ തൊട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ വലിയ മാറ്റം തോന്നില്ല. 2 ഫ്ലവർ വൈസ് വെച്ചിട്ടുണ്ട്. അതെ, നേരത്തെ നമ്മുടെ വ്ലോഗുകൾ കണ്ടിരുന്ന ആൾക്കാർക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും തോന്നില്ല. എല്ലാ സാധനങ്ങളും നമ്മളൊന്നും പുതിയതൊന്നും മേടിച്ചിട്ടില്ല. ഇത് എന്റെ മാളുഷാണ് ഗൈസ്. എന്റെ കിച്ചണിൽ ഇരുന്ന് തന്നെ നോക്കണത്. ഇത് വിച്ചു വരച്ചു തന്നെയാണ് കൊറോണ ടൈമിൽ. ഇത് കണ്ട ചായ ഒഴിക്കണത് കണ്ട. എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് 24 മണിക്കൂർ ചായ കിട്ടാത്ത നിമിഷം വന്ന് അത് നോക്കി വെള്ളം ഇറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ബട്ടർഫ്ലൈസ്. അപ്പൊ ഞാൻ കേട് വരുമ്പോ തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് വെച്ചതാണ്. അപ്പൊ ഇനി നമ്മുടെ വർക്ക് ഏരിയ ആണ്. കിച്ചണിലും ഫാൻ ഉണ്ട് കേട്ടോ. ഫാനുകളെല്ലായിടത്തും വർക്ക് ഏരിയയിലും ഫാൻ ഉണ്ട്. അപ്പൊ ഇത് നമ്മളുടെ വർക്ക് ഏരിയ ആണ്. പിന്നെ ഇവിടെ പിന്നെ അത്യാവശ്യം നമ്മളുടെ ചിമ്പുന്റെ ചാറലേരിയും മറ്റേ പെഡിഗിരി നമ്മുടെ ഫിഷുകളുടെ പാപ്പം അവരുടെ ഏരിയ ആണ് ഇതൊക്കെ. പിന്നെ ഇതില് ഇങ്ങനെ ഇതൊക്കെ ഇല്ലേ അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും എടുക്കാനുള്ള ഗ്ലാസും സംഭവങ്ങളും. പിന്നെ ഇൻഡക്ഷൻ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടാ. പിന്നെ ഈ ബനാന ഞാൻ കിച്ചണിലാണ് വെച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ വെക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാർലി കൂട്ടം ബനാന തോണ്ടി എടുക്കുന്ന ചാർലി ബനാനൊക്കെ തിന്നും. അപ്പൊ അത് പിന്നെ നമ്മുടെ നൈറ്റ് സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. തേങ്ങ ചെറിയാനുള്ളത് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇവർക്ക് ഇവന്മാര് എടുക്കുമ്പോ അന്വേഷിച്ച് നടക്കും. അല്ലെങ്കിൽ എന്നെ വിളിച്ച് പോവുക എവിടെയാ പഞ്ഞോ ചോദിക്കും. അപ്പൊ അതിലെന്തൊക്കെ കാണുന്നത് വെച്ചതാണ്. പപ്പടം കാച്ചണ സാധനങ്ങൾ, പപ്പട പാത്രം, അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മളെ വേസ്റ്റ് ഇടാനായിട്ട് നമ്മള് പ്ലാസ്റ്റിക്കും അല്ല പേപ്പർ പ്ലാസ്റ്റിക് ഒക്കെ ഇതില് ഫുഡിന്റെ ഇതില്. പിന്നെ നമ്മളുടെ ഇത് നമ്മുടെ ഇഞ്ചിയും ഗാർലിക്കൊക്കെ ഇതില് ജിഞ്ചറും ഗാർലിക്കും ഇതില് നമ്മളുടെ ഏലക്കായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുത്തണത്. കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് ഇതിലാണ് ഗൈസ്. എന്റെ വായയില് വെള്ളം വറ്റി ഗൈസ്. ഇവിടെ നമ്മളെ ഈ കിണ്ണങ്ങളും പോണികള് അരിപ്പകള് പല ടൈപ്പ് അരിപ്പകള് കണ്ടോ. അത് ചെറിയ പാത്രത്തിൽ ചായ ഉണ്ടാക്കണമെങ്കിൽ അതിന് കോഫിക്ക് പിന്നെ ജ്യൂസുകൾക്ക് അങ്ങനത്തെ പിന്നെ പ്ലേറ്റും സംഭവങ്ങൾ അങ്ങനെ. പിന്നെ ഇവിടെ ഞാൻ എന്റെ ഡോളിനെ വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഒഴിച്ച വെള്ളാട്ടാ. ഇത് എന്റെ ചെടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ റബ്ബർ ബാൻഡ് സാധനങ്ങളൊക്കെ ആവശ്യം വരും ചിലപ്പോ. ഇവിടെ ഒരു കാൻഡിൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു CC പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇവിടെയും ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്കറിയാം ഇവിടെയും ഇങ്ങനെ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മുടെ പൊന്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് ഡേറ്റും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കലണ്ടർ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്റെ ആപ്രോൺ സഞ്ചി സംഭവങ്ങളൊക്കെ ഇവന്മാര് ഇത് ഞാൻ കബോർഡിലാണ് വെച്ചിരുന്നത്. ഇവിടെ താഴത്ത് കബോർഡ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ എല്ലായിടത്തും ഉണ്ട് കബോർഡ്. അപ്പൊ ഇതിലും ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്റ്റോറേജിന് ചെയ്തിട്ടുണ്ട്. എപ്പോഴും എടുക്കാണ്ടാവാത്ത സാധനങ്ങളൊക്കെ ഇതിലാണ് വെച്ചിരിക്കണേ. ചിമ്മും ചാർലിക്കുള്ള അരി കയ്യിൽ വെച്ചിരിക്കണം. പിന്നെ ഇവിടെ ഇവർക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ സഞ്ചി തിരിച്ച് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ആദീസിന്റെ ആപ്രോം വെച്ചിട്ടുണ്ട്. നമ്മുടെ മോട്ടറിന്റെ സ്വിച്ചും കാര്യങ്ങളും ഇവിടെയാണ്. പിന്നെ മുകളിൽ കുറച്ച് പെയിന്റിങ്ങും കാര്യങ്ങളും ക്ലൗഡ് വേസ് സംഭവങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ കുന്തിരിക്കാൻ പോകാനുള്ള 2 സംഭവങ്ങളുണ്ട്. ക്ലാഡി ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. പിന്നെ നമ്മൾ വരുമ്പോ പുറത്തേക്ക് ഇങ്ങനെയാണ് വരിക. അവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇവിടെ ഇതേ ഇങ്ങനെ അവിടെ തന്നെ നമ്മൾ ചെയ്തിരുന്ന പോലെ മോപ്പ് സ്റ്റിക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലീൻ ചെയ്യാനുള്ളത്. ഗ്യാസ് കുറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു ചെറിയൊരു അഴക്ക് കെട്ടിയിട്ടുണ്ട്. ചുമൂര് ചാറിലും തോർത്തോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. പിന്നെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കുട്ടിമാരുടെ ഇവിടുന്ന് ഒരു പച്ച ഷീറ്റ് ഉണ്ടല്ലോ, അത് ഈ ഷീറ്റ്
ആ ഷീറ്റിന് ഇവിടെ കെട്ടണം. ഇവിടെ ഒന്ന് ജസ്റ്റ് വലിച്ച് കെട്ടണം, അപ്പൊ അധികം വെള്ളമൊന്നും വീഴില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹാളിന്റെ ഒരു രൂപം കാണാം, ഡൈനിങ് ഹോൾ ആദ്യം കാണാം, പിന്നെ ലിവിംഗ് സ്പേസ് കാണാം, ചെറിയ സംഭവങ്ങളും കാര്യങ്ങളും. എവിടെ നിന്നാലും നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റും. പെട്ടെന്ന് അകലെയാണെങ്കിൽ ആരെങ്കിലും വന്നാലും ഒക്കെ നോക്കാനും സംഭവങ്ങളൊക്കെ പറ്റും. ഇവിടെ നല്ല ഹൈറ്റിലാണ് മതിൽ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ നമ്മളെ ചിമ്പും ചാറിലൊക്കെ സേഫ് ആണ്, പട്ടികളും പൂച്ചകളും ഒന്നും ചാടില്ല. പിന്നെ ഇവിടെ നമ്മുടെ ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ അകത്ത് ഇവിടെ അടിയിൽ ചെയ്യാനുള്ള കാര്യങ്ങള്, ചെടിക്കടിക്കാനുള്ളത്, ചിമ്മുന്റെ ചാർലിയുടെയും ഷാമ്പു, അവരുടെ ഷാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് മുകളിൽ കൊണ്ടുവയ്ക്കാനുള്ള കംഫർട്ട് ഞാൻ മറന്നു. അങ്ങനത്തെ സംഭവങ്ങള് ഇവിടെ പൈപ്പുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. ചാർലി വന്ന് മുമ്പ് കുടിക്കുന്ന സ്ഥലം ഈ സൈഡിൽ. ഇതിലും ഇത്രയും സ്ഥലങ്ങളുണ്ട്. ഇവിടെ വർക്ക് ഏരിയയുടെ ഏരിയ, നമ്മുടെ കിച്ചന്റെ ഏരിയ. ഇത്രയും ഹൈറ്റ് നല്ലതാണത്. ഇവിടെ പുറത്ത് നമ്മള് ബക്കറ്റും മറ്റേ വേസ്റ്റ് ബിന്നൊക്കെ കഴുകാനായിട്ട് ഇവിടെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പൈപ്പ് ഉണ്ട്, കാർ കഴുകാനും നമ്മുടെ ചെടി നനയ്ക്കാനും ഒക്കെ ആയിട്ട്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് കണ്ട ഭാഗത്തേക്ക് എത്തി. ഇപ്പൊ എങ്ങനെ കണ്ടില്ലേ നിങ്ങൾ ചുറ്റും? ഇവിടെ എങ്ങനെ ആർട്ടിസിന്റെ സൈക്കിൾ ഓടിച്ചിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കുഞ്ഞ് ഹോം ടൂർ. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. അപ്പൊ വീട് കാണാത്ത ആൾക്കാർ ഇന്നലെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു, ലൈവില് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. അതെ, ഇതാണ് അപ്പൊ ഇതാണ് നമ്മുടെ വീട്. അപ്പൊ വീടും പരിസരമൊക്കെ നിങ്ങൾ കണ്ടെന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാ. പിന്നെ ഇനി നമ്മുടെ വീഡിയോസും ഷോർട്സും സംഭവങ്ങളും ലൈവൊക്കെ വരാൻ പോണത് ഇവിടുന്നാണ്. ഈ ഒരു പരിസരവും ഈ വീടും സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. അവിടുന്ന് പോകുന്നതിന്റെ ചിഞ്ചു മണിക്കുട്ടിയും അവരൊക്കെ അടുത്തുനിന്ന് പോകുന്നതിന്റെ ഒരു മിസ്സിംഗ് ഉണ്ട്. പക്ഷെ സ്ഥലം മാറിയില്ല, നമ്മളധികം അത്രയ്ക്ക് വലിയ ദൂരം എന്ന് പറയാനുള്ളതൊന്നുമില്ല. ഇത്ര നാൾ അവിടെ നിന്നല്ല, അവരായിട്ട് ഭയങ്കര കൂട്ടായിട്ട് ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ വീട് മൊത്തത്തില് ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കാതെ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ, വീഡിയോ കണ്ടു തുടങ്ങുമ്പോഴേ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത്. കാരണം ലൈക്കിന്റെ ഇതിലാണ് ഇപ്പൊ വീഡിയോയും കാര്യങ്ങളൊക്കെ കയറുന്നതും പോണതും വരുന്നതും ഒക്കെ. അപ്പൊ അത് കാരണം നിങ്ങൾ പരമാവധി വീഡിയോ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും, ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഷെയർ ചെയ്താൽ മതി. കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഞങ്ങൾക്ക് അറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം താടിയും പൊട്ട് ഒഫീഷ്യൽ ഇങ്ങോട്ട് പിടിച്ച നമ്മളെ താഴത്തെ ചാരുകൊടി ഇവിടെയാണ്. പിന്നെ താഴത്ത് ഇരിക്കുമ്പോ ഞാനായിട്ട് അത് ഇരിക്കുക. അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റാഗ്രാം താടിയും പൊട്ട് ഒഫീഷ്യൽ ഫോളോ ചെയ്യാ, ഫേസ്ബുക്ക് താടിയും പൊട്ടും. അപ്പൊ ഇതേപോലെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ? താടിയും പൊട്ടും ന്യൂ വീഡിയോ.